ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഉള്ളിയും തക്കാളിയും വെച്ച് കിഡിലും കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അത് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് വേണ്ടത് ഒരു 20 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ചുവന്നുള്ളി ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ഒരു വലിയൊരു തക്കാളി, വലുതാണെങ്കിൽ ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എടുക്കുക. അതും 2 പച്ചമുളക് നടു കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ടൊന്ന് ഇതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ അടച്ചു വെച്ച നേരം കൂടി നമുക്കൊരു അരപ്പുണ്ടാക്കണം. അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ ചെറിയ ഭാഗം, ഒരു അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമുക്കതൊന്ന് ചൂടാവട്ടെ. അതിൻ്റെ നനവ് പോകാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടി ഒന്ന് ചൂടാവുന്നവരൊന്ന് വറുത്ത് കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിടി കറിവേപ്പില കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഇനി ഇത് വറുത്തെടുക്കണം. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോയിലിട്ടിട്ട് വേണ്ട ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ മുളക് പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മൾ സാധാ കറിക്ക് വറുക്കുന്നില്ല പോലെ നല്ലൊരു സ്മെല്ല് വരില്ല, അതുവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ആ അരപ്പിൻ്റെ ടേസ്റ്റേ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരിക വറുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വേവിക്കാൻ വെച്ച തക്കാളി ഉള്ളിലേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാ തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളി നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു നാരങ്ങ സൈസ് പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കൊതിർത്തിട്ട് അതിവിടെ പിഴിഞ്ഞ് വെച്ച് വെള്ളമാണ് കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടായതിന് ശേഷം ആ പുളിയും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നൊരു ടൈം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ ഇവിടെ വറുത്ത് വെച്ചത്, അത് ഇതിലേക്ക് നല്ല ഫൈൻ പേസ്റ്റ് പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല തരില്ലാതെ തന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ജാറിൽ കുറച്ച് അരപ്പ് കൂടി ബാക്കിയുണ്ട്. ഇനി നമുക്കത് അരപ്പ് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്കത് ലൂസാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് ലൂസ് കറി വേണ്ട, എന്നാൽ കുറച്ച് ലൂസും കുറച്ച് കുറിയ ടൈപ്പ് അതുപോലെ ആണ് കേട്ടോ നമുക്ക് കറി. അതിന് ശേഷം ഒരു നുള്ള ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉലുവ കൂടണ്ട, ഒരു കയ്പ്പരസം വരും. ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ തേങ്ങ വറുത്തില്ല ആ സമയത്ത് വേണമെങ്കിൽ ഉലുവ ഇട്ടിട്ട് നിങ്ങൾക്ക് വറുത്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇതുപോലെ നമ്മൾ കറിയിൽ ചേർത്താലും മതി. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവത്തിലുള്ളത് നമുക്ക് കറി ഇരിക്കും തോറും തന്നെ ഇനിയും കുറുകി വരും. ഞാൻ കുറച്ച് കടുകും കറിവേപ്പിലും ഉണക്കമുളകും വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കറിയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഏത് ഡിഷിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഇരിക്കുന്നവർ തന്നെ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.